അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ബീന. ഞാൻ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകൻ മെൽവിൻ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഡിസംബർ മാസം 31 തീയതിയാണ്. ഇതിനു മുമ്പ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വരാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ ആദ്യമായി ഇവിടെ വന്ന് എന്താണ് ഉടമ്പടി എന്നുപോലും എനിക്ക് അറിയാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഇവിടെ ആലപ്പുഴ ബീച്ചിൽ പോവുകയും അവിടെ വെച്ച് എൻ്റെ ഫോൺ കടലിൽ വീഴുകയും അതെടുക്കാൻ ഞാൻ പോകുന്ന വഴിയിൽ എൻ്റെ മക്കൾ എന്നെ പുറകിൽ നിന്ന് വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നും എനിക്ക് കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല. ഞാൻ എങ്കിലും തിരിച്ച് കയറി വന്നു. ആ ഫോൺ പോയതുകൊണ്ട് എനിക്ക് വളരെയധികം വിഷമം തോന്നിയെങ്കിലും പിന്നീട് പെട്ടെന്ന് തന്നെ മാതാവ് എനിക്ക് അതിനൊരു മോചനം തന്നു. അതിപ്പോൾ സാരമില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടാവുകയും ഞാൻ വീട്ടിലേക്ക് വരികയും ചെയ്തു. ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്ന വഴിയിൽ എൻ്റെ ബസ് എനിക്ക് മിസ്സാവുകയും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ 2 ഗ്രേ കളർ ഡ്രസ്സിട്ട 2 കന്യാസ്ത്രീമാർ അവിടെ നിൽക്കുന്നത് കണ്ടു. എനിക്കപ്പോൾ വളരെയധികം സമാധാനം തോന്നുകയും എൻ്റെ ബസ് എനിക്ക് അവർ തന്നെ ഫോൺ വിളിച്ച് അവർ എൻ്റെ അടുത്തിൽ വന്ന് എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് രണ്ടാമത്തെ സാക്ഷ്യമായിട്ട് എൻ്റെ മകൻ പഠനത്തിൽ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു എങ്കിൽ പോലും അവന് എൻ്റെ ഒരു അസാന്നിധ്യത്തിൽ അവൻ പഠനത്തിൽ ഉഴപ്പുകയും പിന്നെ മാർക്കൊക്കെ വളരെ കുറയുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ എനിക്ക് വളരെയധികം പ്രയാസം തോന്നുകയും അവൻ്റെ ഫോട്ടോയിൽ ഞാൻ വിശുദ്ധ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അവന് 10ാം ക്ലാസ്സിൽ 9 A+ഉം 1 B+ഉം വേണ്ടി നല്ല വിജയം അവന് കിട്ടുകയും ചെയ്തു. പിന്നീട് ഞാൻ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ വിദേശയാത്രയ്ക്ക് വേണ്ടി എഴുതി വെച്ചിരുന്നെങ്കിലും ഞാനത് മറന്നുപോയി. ഞാൻ മെസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ അതിൻ്റെ ശ്രദ്ധയിൽ ഞാൻ പോവുകയും മാതാവ് പക്ഷേ അത് മറന്നില്ല. എനിക്ക് വിദേശത്ത് പോകാനുള്ള ഒരു സാധ്യത എനിക്ക് വരികയും അങ്ങനെ ഈ അടുത്ത മാസം 7ാം തീയതിയിൽ ഞാൻ വിദേശത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. ആ ടിക്കറ്റ് എന്ന് പറയുന്നത് 7ാം തീയതിയിലത്തേക്കായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത്. 6ാം തീയതിയിലേക്കാണ് എനിക്ക് ടിക്കറ്റ് ഞാൻ കൊടുത്തിരുന്നത്. പക്ഷേ 7ാം തീയതിയിലത്തേക്കുള്ള ടിക്കറ്റാണ് എനിക്ക് കിട്ടിയത്. അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ അനാഥാലയങ്ങളിൽ ഫുഡ് കൊടുക്കുകയും പിന്നെ എനിക്ക് വളരെയധികം സഹായമൊന്നും ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ പോലും എന്നെക്കൊണ്ട് ചെറിയ രീതിയിൽ ഫോണുകളിൽ വരുന്ന അപേക്ഷകൾക്കൊക്കെ ഞാൻ ചെറിയ സഹായങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷ പ്രാർത്ഥനയും ചൊല്ലുകയും സമയം കിട്ടുമ്പോൾ ദിവസവും അരമണിക്കൂറെങ്കിലും ബൈബിൾ വായിക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥന ഞാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട്. മാതാവ് ഈശോയെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു. ഉൽപ്പത്തി 28:15 ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ബീന തോമസ് എന്ന ഈ സഹോദരി ഉടമ്പടിയെടുത്ത നാൾ മുതൽ അമ്മയിലൂടെ ലഭിച്ച സവിശേഷമായ സംരക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ അരികിൽ ഒരാഗ്രഹം പോലെ സമർപ്പിച്ച നിയോഗത്തെ അനുഗ്രഹമായി പ്രതീക്ഷിക്കാതിരുന്ന ഈ നാളുകളിൽ അമ്മ മാതാവ് നൽകിയതിന് വലിയ സന്തോഷത്തോടു കൂടി പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് നന്ദി പറയുന്നു. സഹോദരി സൂചിപ്പിച്ച് ഉടമ്പടി എടുത്ത് ഒരു പിക്നിക്ക് പോലെ ബീച്ചിലേക്ക് ചെന്ന് സന്തോഷിച്ച് പോകാമെന്ന് കരുതി അവിടെ ചെല്ലുകയും അവിടെ ഫോൺ വെള്ളത്തിൽ നഷ്ടപ്പെടുകയും സഹോദരി തന്നെ അതെടുക്കുവാനുള്ള ആ ഒരു ആകുലതയിൽ വെള്ളത്തിനുള്ളിലേക്ക് ഒത്തിരി കയറിപ്പോവുകയും ചെയ്തു. പുറത്തുനിന്ന് വിളിച്ചതൊന്നും കേൾക്കാതെ ആകെ പാനിക്കായിപ്പോയ നിമിഷങ്ങളിൽ പെട്ടെന്ന് മാതാവ് തന്നെ മകൾക്കൊരു ചിന്ത കൊടുക്കുന്നു, ജീവനോളം വരുത്തില്ലല്ലോ കൈവിട്ടു പോയൊരു വസ്തുവെന്ന്. അതാണ് തിരികെ കയറി വരുവാനും നഷ്ടപ്പെട്ട ഫോണിനേക്കാൾ ഉപരി അമ്മയുടെ സംരക്ഷണത്തെക്കുറിച്ചോർത്ത് ആശ്വസിക്കുവാനും മകളെ പെട്ടെന്ന് ശക്തിപ്പെടുത്തിയത്. അവിടെ നിന്നാണ് ഉടമ്പടി ജീവിതത്തിൽ അമ്മ കൂടെയുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് മകൾ മാറുന്നത്. മകൾ പിന്നീട് പറയുന്നുണ്ട്, ബാംഗ്ലൂരിൽ ജോലി ചെയ്യുമ്പോൾ നാട്ടിലേക്കുള്ള ബസ് രാത്രി 9 മണിക്ക് മിസ്സാവുന്നു. അവിടെ എന്ത് ചെയ്യണമെന്നറിയില്ല. തിരികെ പോകാൻ താമസ സ്ഥലത്തേക്ക് പോകുവാൻ 3 മണിക്കൂർ യാത്രയുണ്ട്. ആ സമയത്ത് അധികം വാഹനങ്ങളില്ല.
മാതാവിനെ വിളിച്ച് സംരക്ഷണം തേടുമ്പോൾ 2 ഗ്രേ നിറത്തിൽ വസ്ത്രം ധരിച്ച സിസ്റ്റേഴ്സ് കാണപ്പെടുന്നു. അത് മകൾക്ക് വലിയൊരു ആത്മധൈര്യം കൊടുക്കുന്നു. അമ്മയുടെ നിറമുള്ളവർ ഇവിടെ എൻ്റെ അരികിലെത്തി, അമ്മ എന്നെ സഹായിക്കും, സംരക്ഷിക്കുമെന്ന്. അതിൻ്റെ തുടർച്ച ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ഈ മിസ്സായ വാഹനം തിരികെ വന്ന് സഹോദരിയെ കൂട്ടിക്കൊണ്ട് നാട് വരെ എത്തിക്കുകയും ചെയ്യുന്നു. ഉടമ്പടി നമ്മൾ എപ്പോഴും അമ്മ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ പരിപാലിക്കുന്നതാണ്. നമുക്ക് എല്ലാം അവസാനിക്കുന്നു, തകർച്ചയായെന്ന് കരുതുമ്പോൾ നമ്മുടെ മേൽ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനുമുള്ള കൈവെപ്പുണ്ടെന്ന് ഉടമ്പടി നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. സഹോദരി 2ാമത് ഉടമ്പടി പുതുക്കുമ്പോഴാണ് ഒരു നിയോഗം വയ്ക്കുന്നത്. ഒന്ന് വിദേശത്ത് പോയിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ജീവിതത്തിലും അല്പം കൂടി മെച്ചപ്പെട്ട് എല്ലാം ചെയ്യാമായിരുന്നുവെന്ന്. പക്ഷേ പോകുവാനുള്ള പണമൊന്നും കണ്ടെത്താനാവുന്നില്ല. ഏതാണ്ട് ഉപേക്ഷിച്ചതുപോലെ ആ വിഷയം വിട്ടു. ഇന്ന് ഈ അൾത്താരയിൽ മകൾ സാക്ഷ്യപ്പെടുത്തുവാൻ വന്നിരിക്കുന്നത് പോലും താൻ ഉപേക്ഷിച്ചൊരു പരിശ്രമത്തെ അമ്മ മാതാവ് ഏറ്റെടുത്ത് കാര്യങ്ങൾ അനുകൂലമാക്കി, സാഹചര്യങ്ങൾ അനുകൂലമാക്കി, സമയച്ചുരുക്കത്തിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ വിദേശത്തേക്ക് പോകുവാനുള്ള വഴി തുറന്ന് ലഭിച്ചതിൻ്റെ സന്തോഷം അമ്മയെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അതിനോട് ചേർത്ത് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. 6-ാം തീയതി പോകുവാൻ വേണ്ടി ആഗ്രഹിച്ചാണ് എല്ലാ കാര്യവും നീക്കിയത്. മകൾക്ക് വേണ്ടി അമ്മ ഒരുക്കി വെച്ചത് 7-ാം തീയതി ആകെ 2 ടിക്കറ്റുകൾ മിച്ചമുണ്ടായിരുന്നു. അതൊരു ടിക്കറ്റ് കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഈ യാത്ര, ഈ ജീവിതം, ഈ ഉയർച്ച ഞാൻ നിനക്ക് തരുന്നതാണെന്ന് മകളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉടമ്പടിയിലാണോ അമ്മ മാതാവ് കൂടെയുള്ളത്? അമ്മയുടെ രീതിയിൽ, അടയാളങ്ങളിലൂടെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം നേടിത്തരും. നമ്മളെയും സഹായിക്കുവാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ സംരക്ഷണത്തിനും വലിയ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.